ഈ പാലേരി മാണിക്യത്തില് കുറച്ച് സീൻസ് ഒക്കെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അത് വിഷമായോ അങ്ങനെ ഒരു? പിന്നെ ഞാനത് ആക്ച്വലി പാലേരി മാണിക്യത്തിൽ ഞങ്ങൾക്ക് 11 ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, 11 days വർക്ക്ഷോപ്പ്. നാടകത്തിൽ നിന്നാണ് രഞ്ജി സാർ അന്ന് കോഴിക്കോടൻ നാടകവേദിയിലെ ആൾക്കാരാണ് എടുത്തിരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഭാഷ ഉപയോഗിച്ച് കുറ്റ്യാടി പരിസരം ഈ ഭാഷയായിരുന്നു. അപ്പം ഞാൻ ഇത് 11 days വർക്ക്ഷോപ്പിലുണ്ട്, അവസാനത്തെ കാസ്റ്റിങ്ങിൽ വന്നപ്പം ഉണ്ട്. അതിൽ പെടാതെ പോയ ഒരാളൊക്കെ ഉണ്ട് കേട്ടോ, ആളെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ബട്ട് അത് കഴിഞ്ഞ് നമ്മൾ അഭിനയിക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ വർക്ക്ഷോപ്പ് ഈ ക്യാമ്പിൽ നിന്ന് ആദ്യമായിട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് ഞാൻ ആണ്. എനിക്ക് ഇപ്പോഴും ഓർക്കുന്നു, ഞാനത് സെപ്റ്റംബർ 10-നോ 11-നോ ഷൂട്ട് തുടങ്ങുന്നത്. ഒരു 2008-ലാണോ 2008-ലാവണം, 2008-ൽ ഇറങ്ങിയ പടമാണത്. 2008 തന്നെയാവും, സെപ്റ്റംബറിലാണ്. അപ്പം 3 ദിവസം കഴിഞ്ഞ് മമ്മൂക്ക ജോയിൻ ചെയ്യുന്നു. മമ്മൂക്കയുടെ കൂടെ ആ ക്യാമ്പിന് ആദ്യമായിട്ട് അഭിനയിച്ചത് ഞാനാണ്. അപ്പം എല്ലാവരും എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നു, ഇങ്ങനെ ഭയങ്കര എങ്ങനെയുണ്ട് മമ്മൂക്ക അങ്ങനെ ചോദിക്കുന്നു. അപ്പം മറുപടി പറയുന്നു, അത് ഭാഗ്യവശമല്ല, അന്ന് സെക്കൻഡ് ടേക്ക് ഓക്കെ, ഒരു മാസ്റ്റർ ഷോട്ട് 3-4 ഡയലോഗിലെ ആ സിനിമയിൽ വന്നിട്ടില്ല, ബട്ട് ഓക്കെ ആയിരുന്നു. ശേഷം ഞാനിതൊക്കെ ഭയങ്കര എക്സൈറ്റഡായി പോകുന്നു. അപ്പോൾ രഞ്ജി സാർ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി അന്നേരം ഇമ്പ്രൂവൈസ് ചെയ്ത് എഴുതി കൊടുക്കും. സെറ്റിലിരുന്നിട്ടാണ് പുള്ളി പല സീൻസും എഴുതാറുണ്ടായിരുന്നത്. അത് പല സിനിമയ്ക്കും പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്കിങ്ങനെ തന്നു, ഇങ്ങനെ അവിടെ ഇവിടെ ഇതൊക്കെ ആയിട്ടൊക്കെ തന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ 13 ദിവസം വർക്ക് ചെയ്യേണ്ടി വരും. ആക്ച്വലി എനിക്ക് 1-2 ദിവസം വർക്കുള്ള സ്ഥലത്തിനാണ് 13 ദിവസം. ചില ദിവസം പാസിംഗ് ആണെങ്കിൽ പോലും ആ സിനിമ സെറ്റിൽ പോയി നിൽക്കുകയാണ്, മമ്മൂക്കോടെ ഒത്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഷൂട്ടിങ് കഴിയും, നമ്മൾ ഡബ് ചെയ്തിട്ടു ഒക്കെ നിൽക്കുന്നു. പലരും അഭിനയിക്കുന്നു, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിട്ട് പോകുന്നു. പിന്നെ ഇത് ഇറങ്ങാൻ ഉള്ളതിൻ്റെ തലേദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ രഞ്ജി സാറിനോട് ഒരു സ്വീകരണം കൊടുത്തു, അളകാപുരിയിൽ, കോഴിക്കോട് അളകാപുരിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് രഞ്ജി സാർ സംസാരിക്കുന്നു, ഇപ്പം ഞാൻ സിനിമ കണ്ടു, ചേരൻ കണ്ടു, പിന്നെ അവിടുന്ന് മറ്റേ ഇവരെ കണ്ടു, അപ്പം എല്ലാവരും ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു. ഈ സിനിമ എഡിറ്റ് ചെയ്തപ്പോൾ പലരുടെ ഭാഗം ഒന്നും അല്ലാതായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അപ്പോൾ ഞാൻ ഇതാ ഈശ്വര ഇതൊക്കെ ആരതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുക, അപ്പോൾ നമ്മൾ ആയിട്ടില്ല, കാരണം മമ്മൂക്കോടൊത്ത് മാത്രമാണ് ഈ സീൻസ്. അപ്പോൾ ഞാൻ മമ്മൂക്കോടൊത്തുള്ള സീൻസ് ഒന്നും എഡിറ്റ് ചെയ്ത് പോവില്ല. അപ്പം ഞാനുണ്ട് അതിൽ. സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഞങ്ങളെല്ലാം ഒരു സിനിമ കണ്ടിറങ്ങി എല്ലാ ടീമോടി ഒരുമിച്ചാണ് സിനിമ കാണുന്നത്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ മാത്രം ആൾക്കാർ തിരിച്ചറിയുന്നില്ല. അന്ന് ഫുൾ മീഡിയ പുറത്ത് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ. അപ്പം എല്ലാവരും അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ന ക്യാരക്ടർ പറഞ്ഞു വൈക്ക് വെച്ച് ഇൻ്റർവ്യൂ എടുക്കുന്നു. അങ്ങനെ ഒക്കെയാണ് നമ്മളെ രണ്ടുപേരും ആരും തിരിച്ചറിയില്ല. നമ്മളിങ്ങനെ സൈഡിൽ പോയിട്ട് നിൽക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ടായിരുന്നു, ക്യാമ്പിൽ വർക്ക്ഷോപ്പിൽ തന്ന ഒരു ടീഷർട്ട്, അതിട്ടിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ഇത് കണ്ടിട്ട് മാത്രം അതിൽപ്പെട്ട ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അത്രമാത്രം എന്ന് പറഞ്ഞങ്ങ് പോകും. അല്ലാത്ത സമയത്ത് ഒന്നുമില്ല. അപ്പോൾ അത് ഞാൻ ആക്ച്വലി വീട്ടിൽ പോയിട്ട് 3 ദിവസം വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയില്ല. ഭയങ്കര വിഷമമായിരുന്നു. അത്രയും ഭയങ്കര വിഷമമായിരുന്നു. അതിന് ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു ആ സിനിമ ചെയ്യുമ്പോൾ. നേരത്തെ ചിത്രഭൂമിയൊക്കെ ഭയങ്കരമായിട്ട് ഇടയിൽ ഇതിനെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കുന്നു, വിശേഷങ്ങൾ കൊടുക്കും. നമ്മുടെ ഫേസ് വെച്ചിട്ട്, ക്യാരക്ടർ ഫേസ് വെച്ചിട്ടൊക്കെ 2 രീതിയിൽ ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വമ്പൻ പരിപാടികൾ, റിപ്പോർട്ട്സൊക്കെ ഇപ്പോഴും വീട്ടിൽ കാണും. അപ്പം അതിങ്ങനെയൊക്കെ ഭയങ്കര നമ്മൾ പ്രതീക്ഷിച്ച് നിന്നിട്ട് നല്ല പോകുമ്പോൾ ഉണ്ടാകുന്ന സാധനമല്ല. അങ്ങനെ ഭയങ്കര വിഷമം തോന്നിയൊരു സാധനം.